വടാട്ടുപാറയിലെ പലവൻപുഴ അതിമനോഹരമാണെങ്കിലും ഇവിടെ ഇതുവരെ പൊലിഞ്ഞത് 22 ജീവനുകളാണ്. ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും നാട്ടുകാരുടെയും നിർദ്ദേശങ്ങളെല്ലാം നിരസിച്ച് പുഴയിൽ ഇറങ്ങുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. പുഴയിലെ വെള്ളത്തിന്റെ അളവ് വേഗത്തിൽ വർദ്ധിക്കുന്നതും കുറയുന്നതും പ്രദേശവാസികളല്ലാത്തവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതാണ് അപകട കാരണം. വടാട്ടുപാറയിലെ പലവൻപുഴ കാണുമ്പോൾ ശാന്തം, തൊട്ടടുത്തു കാനന ഭംഗി കൂടിയാകുമ്പോൾ മനോഹരം. പുഴയിൽ പതിയിരിക്കുന്ന അപകടം നാട്ടുകാർക്കല്ലാതെ വിനോദസഞ്ചാരികൾക്ക് പിടികിട്ടില്ല. മുന്നറിയിപ്പ് അവഗണിക്കുന്നതാണ് ഇവിടെ അപകടം വർദ്ധിക്കുവാൻ കാരണം. നീണ്ട മണൽപ്പരപ്പും തെളിഞ്ഞ വെള്ളവും കണ്ട് ഉല്ലസിക്കുവാനിറങ്ങുമ്പോൾ അടിയൊഴുക്കിലും ചുഴിയിലും പെട്ടാണ് ഏറെ മരണവും സംഭവിക്കുന്നത്. ഒഴുക്കു കുറഞ്ഞു നിൽക്കുന്ന പുഴയിൽ ഇടമലയാർ പമ്പ് ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദനം കഴിഞ്ഞുള്ള വെള്ളം കൂടിയെത്തുമ്പോൾ പൊടുന്നനെ ഒഴുക്ക് വർദ്ധിക്കും. ഈ സമയം വിനോദസഞ്ചാരികൾ നിൽക്കുന്ന മണൽത്തിട്ട ഇടിഞ്ഞും അപകടം സംഭവിക്കും. മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിച്ച് പുഴയിലിറങ്ങുന്നതാണ് അപകടങ്ങൾക്കിടയാകുന്നത്. ഇന്നലെ 3 ജീവൻ കൂടി അപഹരിച്ചതോടെ പുഴയിൽ ഇതുവരെ 22 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇതിനു മുൻപ് 2022 ഏപ്രിൽ 3-ന് എടത്തല സ്വദേശികളും ബന്ധുക്കളുമായ 2 പേരാണ് ഇവിടെ അപകടത്തിൽ മരിച്ചത്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ വടാട്ടുപാറയിൽ പലവമ്പുഴ ഭാഗത്താണ് ഇപ്പോൾ ഇന്ന് കോതമംഗലത്ത് ബെസോലിസ് ദന്തൽ കോളേജിൽ നിന്ന് വന്ന 9 അംഗ വിദ്യാർത്ഥികൾ, അതിൽ 3 പേരാണ് ഇന്ന് വടാട്ടുപാറ പലവമ്പുഴയിൽ പോയത്. ഒരാൾ വെള്ളത്തിലേക്ക് പോകുന്നത് കണ്ട് രക്ഷിക്കാനായിട്ട് 2 പേർ കയറി പിടിച്ചതാണ്. അങ്ങനെയാണ് 3 പേർ വെള്ളത്തിൽ പോയിട്ടുള്ളത്. ഇപ്പോൾ 20ഓളം ആളുകൾ ഈ പലവമ്പുഴയിൽ ഇവിടെ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലകളെയാണ്. പക്ഷേ ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ നിരവധി ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും പുഴയിൽ പോകരുത്, അപകടമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നിരവധി ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും പല ആളുകളും വന്ന് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ അത് ശ്രദ്ധിക്കാതെ വെള്ളത്തിൽ പോകുന്ന അവിടെ വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ള മേഖലയാണ്. ഫോറസ്റ്റ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടുള്ള കർശന നടപടികൾ, മറ്റേ വെള്ളത്തിൽ പോകാതിരിക്കാൻ തക്കവണ്ണമുള്ള നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട് അധികാരികളുമായി ബന്ധപ്പെട്ട് പരിഹരിക്കുന്നതിന് നേതൃത്വം കൊടുക്കും. ഇനിയാണെങ്കിലും ഇവിടെ വരുന്നവർ ടൂറിസ്റ്റുകൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. ഞായറാഴ്ച അവധി ആഘോഷിക്കാനാണ് മാർ ബസേലിയോസ് ദന്തൽ കോളേജ് വിദ്യാർത്ഥികളായ 9 അംഗ സംഘം പുഴയിലെത്തിയത്. ഉച്ചയ്ക്കെത്തി 1 മണിക്കൂറിനകം ആഹ്ലാദാരവങ്ങൾ വിലാപങ്ങളായി. കോതമംഗലം മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. മൊബൈൽസ് PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.